നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 4 നക്ഷത്രക്കാരുടെ ഇടവമാസ ഫലം നമുക്കിന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ 8-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശനി 6-ാം ഭാവത്തിലാണ്, ചൊവ്വ 7-ലുമാണ്, വ്യാഴം 9-ലും 10-ലുമായിട്ടാണ് ഇടവമാസത്തിൽ സഞ്ചരിക്കുന്നത്. ഇവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. അതുപോലെ നിലവിൽ ജോലിയുള്ളവർക്ക് ആ ജോലി മാറി പുതിയ ഒന്നിൽ പ്രവേശിക്കാനുള്ള യോഗവും ഉണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അത് കൃത്യമായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം ഇവരിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ ജോലി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. വ്യാപാരത്തിലാണെങ്കിലും കൂടുതൽ ഒരല്പം ടെൻഷനോട് കൂടി തന്നെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാകും. വ്യാപാരത്തിൽ കൂടുതൽ ഇടപെട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നവർക്കൊന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് അല്പനാളെങ്കിലും സ്ഥലം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാകാം. പക്ഷേ ഇതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കും, കുറച്ചൊരു സമ്മർദ്ദം കൂടുതലായിരിക്കും എന്ന് മാത്രം. അതുപോലെ ജോലിയിലാണെങ്കിൽ മറ്റൊരാൾ അവധിയെടുക്കുന്നതിൻ്റെ ചുമതലകൾ കൂടെ നമ്മളിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നതിലൂടെ അധിക ചുമതലകൾ എത്താനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന വ്യാപാരങ്ങൾ, അതുപോലെ ബിസിനസ്സുകൾ, തൊഴിലുകൾ, ഇതിലൊക്കെ പുതിയ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന കാലമാണ്. പുതിയതായിട്ട് പല കോഴ്സുകൾക്കും ചേർന്ന് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലമാണ് സാധ്യത കൂടുതൽ. പങ്കാളികൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് 7-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ വീട്ടുകാരുടെ ചെറിയ ഇടപെടലുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകൾ ഗുണകരമാകും. അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർക്കും നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഗവേഷണം നടത്തുന്നവർക്കും ഗുണകരമാണ്. അവർക്ക് തീസിസുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പുറമേ ജോലി ചെയ്യുന്നവർക്ക്, മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗം തുലാക്കൂറിലും ബാക്കി 1/4 ഭാഗം വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. ഇവർക്കും നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇടവമാസം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് പണി, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി, കട പണിയുന്നു, അതിനൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ധനപരമായിട്ട് അത്ര ഗുണകരമെന്ന് പറഞ്ഞുകൂടാ. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് കയ്യിലുള്ള ധനം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നിക്ഷേപിച്ച ധനം ഉദ്ദേശിച്ച അത്രയും റിട്ടേൺ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയവുമാണ്. അധികാരികളിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടും, പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊരല്പം സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് സഹായം കിട്ടും എന്നുള്ളതൊരു ദൈവാധീനമാണ്. വീട് നിർമ്മാണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തികമായ പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ അത് പണിയുന്നവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടോ ഒക്കെ കാലതാമസം ഉണ്ടായേക്കും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സൂക്ഷ്മത വേണം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കായിക മേഖലയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആ പരിശീലനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ കലാരംഗത്തുള്ളവർക്കും മികവ് പുലർത്താനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ എപ്പോഴും ഉണ്ടാകുന്നതാണ്. മക്കൾക്ക് ഉപരി പഠനത്തിനൊക്കെ ചേരാൻ സാധ്യതയുള്ള കാലമാണ്. പക്ഷേ അതിനുവേണ്ടി അല്പം പണച്ചെലവ് വർദ്ധിക്കുന്നതുമാണ്. വിവാഹ തടസ്സമൊക്കെ നീങ്ങിയിട്ട് വിവാഹം ഒത്തുവരാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ വന്നെത്തും എന്നുള്ളതാണ്. ആദ്യം ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ടായാലും പിന്നീട് അനുകൂലമായ തീരുമാനം വന്നെത്തുന്നത് വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ്. കരാർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ്. മറ്റ് നക്ഷത്രക്കാരുടെ ചില കാര്യം പറഞ്ഞതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ട് നമുക്കിപ്പം നമ്മൾ പണി ഏറ്റെടുത്തിരിക്കുന്ന ആളിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിലെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച് പ്രശ്നമുണ്ടാകുന്നതുകൊണ്ടോ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേട്ടങ്ങളും കോട്ടങ്ങളും മാറി മാറി വരുന്ന സമയം വിശാഖം നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞത്. പക്ഷേ പൊതുവെ നോക്കുമ്പോഴത്തേക്കും ഗുണഫലങ്ങളാണ് കൂടുതൽ. അനിഴം നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് സൂര്യൻ 7-ലും ചൊവ്വ 6-ലുമായിട്ട് സഞ്ചരിക്കുന്നു, ശനി 5-ലും. ഇവരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് വളരെ ഗുണകരമാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോഴത്തേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുവരെ
ഈ പറഞ്ഞ ചെറിയ തടസ്സങ്ങൾ, സാമ്പത്തികമായി പെട്ടെന്ന് കയ്യിലേക്ക് പണം വരാത്ത ബ്ലോക്ക് ഉണ്ടാകാതെ നിൽക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായേക്കാം. വ്യാഴം മാറുന്നതോടുകൂടി, വ്യാഴം 9ലേക്ക് മാറുന്നതോടുകൂടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. വ്യാപാരത്തിൽ വർധനവുണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അല്പം ദൂരെയാണെങ്കിലും ജോലി ലഭിക്കും. വ്യാപാരത്തിലും മറ്റും കുറച്ചുകൂടെ മികവ് പുലർത്താനായിട്ട് സാധിക്കും. അതുപോലെ സ്വയം തൊഴിൽ കണ്ടുപിടിച്ച് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുമാനം അല്പം കുറഞ്ഞാലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചിട്ടി, നറുക്കെടുപ്പുകൾ തുടങ്ങിയവയിൽ ധനാഗമത്തിന് സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുമൊത്ത് യാത്രകൾ ചെയ്യാനുള്ള യോഗമുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വയറിന് അസുഖം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആ പണം നല്ല രീതിയിൽ വിനിയോഗിക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഇടവമാസ ഫലം നോക്കാം. പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ചെറിയ ദൗത്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് സാധിക്കും. മേലധികാരികൾ ഏൽപ്പിക്കുന്ന ചില വിഷമം പിടിച്ച ദൗത്യങ്ങൾ അല്പം കാലതാമസം ഉണ്ടായാലും സാധിക്കുന്നത് കൊണ്ട് അവരുടെ പ്രീതി ലഭിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ലാഭത്തിലാകും, പ്രത്യേകിച്ച് വ്യാഴം മാറുന്നതിന് ശേഷം. എത്ര തടസ്സങ്ങളുണ്ടായാലും നമുക്കൊരു അധൈര്യം ഉണ്ടാകുകയില്ല. നമ്മൾ പ്രാർത്ഥനയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാം. ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വിപണിയിൽ ഒരു പേരെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കട അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഫുഡ് ബിസിനസ്, അതിൻ്റെ ബ്രാൻഡ് നമുക്ക് വിപണിയിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി എടുക്കാൻ സാധിക്കും. അന്യദേശത്ത് ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം യോഗമുണ്ട്. കലാ സാഹിത്യ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് എഴുത്തുകാർക്കും കവിത എഴുതുന്നവർക്കൊക്കെ അനുകൂലമായ കാലഘട്ടമാണ്. അവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടും. ആശയവിനിമയ ശേഷി നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് എത്തുന്നത് കൊണ്ട് ഇവർക്ക് കുറേ ഗുണങ്ങൾ ഇടവം 18-ന് ശേഷം ലഭിക്കുന്നതാണ്. വീട്ടിലേക്ക് പല വിധത്തിലുള്ള ഭൗതിക സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അടുക്കളയിലേക്കുള്ള വസ്തുക്കൾ, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സൗകര്യം ഉണ്ടാക്കുന്ന, നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്ന സാധനങ്ങൾ, അതുപോലെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. വാഹനം വാങ്ങാനും യോഗമുണ്ട്. അത് പക്ഷേ പരിപൂർണ യോഗം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒരുപക്ഷെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം മാറിയ ശേഷം വാഹനയോഗവും ഉണ്ടാകാം. യാത്രകൾ ചെയ്യാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 4 നക്ഷത്രക്കാരുടെ ഇടവ മാസത്തെ സാമാന്യ ഫലങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.